കലാശക്കൊട്ടിന് വടം കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് LDF-ലെയും UDF-ലെയും പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടെന്നാണ് അഞ്ജന സുകുമാരൻ അവിടെയുണ്ട്. അഞ്ജന, കേൾക്കാമെങ്കിൽ പറയൂ, എന്താണ് വടകരയിൽ? കലാശക്കൊട്ട് ആരംഭിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വടം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കമുണ്ടായിരിക്കുന്നത്. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണുന്നത്. അതായത് ഓരോ പാർട്ടിക്കും ഓരോ മുന്നണിക്കും വെവ്വേറെ കലാശക്കൊട്ടിന് വേണ്ടി സ്ഥലം തിരിച്ച് നൽകിയിരുന്നു. ആ സ്ഥലത്തിലൂടെ LDF-ന് അനുവദിച്ച സ്ഥലത്തിലൂടെ UDF-ന്റെ അനൗൺസ് വാഹനം അല്പം മുമ്പ് കടന്നുപോയി. അവിടെ ഉണ്ടായിരുന്ന LDF പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് അത്തരത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് LDF-ന് അനുവദിച്ച സ്ഥലമാണ്, പിന്നെ എന്തിനാണ് UDF-ന്റെ അനൗൺസ്മെന്റ് വാഹനം അവിടെ കൂടെ കടത്തിവിട്ടത് എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന LDF പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് ഈ വാക്കേറ്റം അവസാനിപ്പിച്ച് അവരെ പാർട്ടിക്കാരെ അനുനയിപ്പിച്ചതിനു ശേഷം പിന്നീട് പോലീസ് എത്തി ഒരു വടം കെട്ടി തിരിക്കാമെന്ന് പറയുകയായിരുന്നു. പക്ഷേ അപ്പോഴും പ്രവർത്തകർ അത് അനുവദിച്ചില്ല. പ്രവർത്തകർ പറയുന്നിടത്ത് വേണം കെട്ടാൻ. നേരത്തെ അങ്ങനെയാണ് അത് അനുവാദം തന്നിട്ടത്. ഇന്നലെ പോലീസിന്റെ നേതൃത്വത്തിൽ ചർച്ചയുണ്ടായിരുന്നു പാർട്ടികളുമായി തമ്മിൽ, മുന്നണികളുമായി. അതിൽ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തല്ല പോലീസ് വടം കെട്ടാൻ തീരുമാനിച്ചത് എന്ന് പറയുകയായിരുന്നു. പിന്നീട് തൊട്ടപ്പുറത്തു നിന്നും UDF-ന്റെ പ്രവർത്തകർ ആർത്തിരമ്പി വരികയും പിന്നീട് അവിടെ നിന്ന് LDF-ന്റെ പ്രവർത്തകർ വരികയുമായിരുന്നു. അങ്ങനൊരു സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. ഉടൻ തന്നെ പോലീസ് ഇടപെട്ടതുകൊണ്ട് സംഘർഷം ഒഴിവായിട്ടുണ്ട്. ഏതായാലും വലിയൊരു സുരക്ഷാ വിന്യാസം തന്നെ ഇവിടെ ഉണ്ട്. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയായാലും ഇത്തരത്തിൽ കലാശക്കൊട്ടിനിടയിൽ വലിയ ആക്രമണമുണ്ടായ സ്ഥലമായിരുന്നു. വലിയ രീതിയിൽ ഒരു സംഘർഷമുണ്ടായ സ്ഥലമായിരുന്നു. ഏതായാലും സംഭവ സ്ഥലം ഇപ്പോൾ ശാന്തമാണ്. അത് പോലീസ് കേന്ദ്രസേന അടക്കം വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഒഴിവാക്കാനുള്ള വലിയ ജാഗ്രത പോലീസ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. വടകര അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ, വടക്കൻ മേഖലയിലെ വടക്കൻ ജില്ലകളുടെ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.